മുത്തശ്ശി ഞാൻ എന്നാ കളിക്കാൻ പോകട്ടെ. എങ്ങനാ എല്ലാ ദിവസവും ഇവനെ വൈദ്യമടത്തി കൊണ്ടുപോണോ? ഇന്ന് നല്ല ദിവസം ട്രീറ്റ്മെന്റ് തുടങ്ങാന്ന് സ്വാമിയച്ഛൻ പറഞ്ഞു. കർക്കിടക മാസമല്ലേ, ഏത് ദിവസം തുടങ്ങിയാലും ചികിത്സയ്ക്ക് ഉത്തമം തന്നെയാ. മനുഷ്യ ശരീരം ഏറ്റവും ദുർബലമാവുന്ന സമയം കർക്കിടകത്തിലാ രോഗാരിഷ്ടതകള്, മരണം പോലും ഉണ്ടാവുന്നത്. നീ അറിഞ്ഞോ, മഹിയേട്ടൻ എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നു. ഋഷി റിസോർട്ട് തുടങ്ങാൻ പ്ലാൻ ഇടുന്നു. ഇതെന്താ, ഇവരിവിടെ തന്നെ കൂടാനുള്ള പരിപാടിയാണോ? അത് നമുക്ക് നല്ലതല്ലേ? എന്ത് നല്ലത്? ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ. എടീ, അവിടെ ചെന്നിട്ട് അഭിഷേകിനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞയക്കണം. എല്ലാത്തിനും അവനെ കൂടി ഇൻവോൾവ് ചെയ്യിക്കണം. ഇവിടുത്തെ ചികിത്സയെ പറ്റി ജാനകിയേട്ടത്തിക്ക് വലിയ അഭിപ്രായമാണല്ലോ. അവന്റെ അസുഖം മാറി പഴയതുപോലെ ആവോ? എവിടെന്ന്? ആയുർവേദം, സിദ്ധവൈദ്യം, അലോപ്പതി, പിന്നെ ഒരു അരക്കിറുക്കൻ സാമ്യച്ചൻ. ഇതൊക്കെ എത്രത്തോളം നേരെയാവാൻ? കുറെ കയ്പം കഷായം കുടിക്കാവുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. നമുക്ക് നോക്കാം. നീ ഇങ്ങനെ മാറി നിൽക്കാതെ അവരുടെ കൂട്ടത്തിൽ ചെന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്ക്. ഞാനേ ഋഷിയുടെ കൂടെ ചെന്ന് റിസോർട്ടിനുള്ള സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാവോ എന്ന് നോക്കട്ടെ. നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ ഇതെങ്ങനെ അവളോട് പറയും? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഗോപിക ലാപ്ടോപ്പ് തരില്ലെന്ന് പറഞ്ഞിട്ടും ദേവിക വഴക്കിട്ട് നിനക്ക് വാങ്ങി തന്നെയല്ലേ? നീ അത് നശിപ്പിച്ചു. ഇനി ഒന്നുകൂടെ വാങ്ങിത്തരാൻ ഞാൻ എങ്ങനെ അവളോട് പറയും? എന്റെ അമ്മ, അത് ഞാൻ മനഃപൂർവ്വം നശിപ്പിച്ചാണോ? അവളല്ലേ? ദേ, വീണ്ടും നീ അത് പറയരുത്. നീ തന്നെയാ അത് മഴയത്ത് വെച്ചതും നശിപ്പിച്ചതും. ഇനി അത് എല്ലാവർക്കും മനസ്സിലായ കാര്യാ. അമ്മ വിചാരിച്ച നടക്കും, പക്ഷെ വിചാരിക്കണം. ചെല്ലമ്മ പ്ലീസ്. അമ്മയ്ക്കാണെങ്കിൽ കരയാൻ ഗ്ലിസറിൻ പോലും വേണ്ട. എക്സാം ഇങ്ങ് അടുത്തു. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ലാപ്ടോപ്പ് ഇല്ലാതെ പറ്റില്ല. പ്ലീസ് അമ്മ. അല്ലേട്ടത്തി, വൈദ്യരെ കണ്ടിട്ട് എന്തായി? ചികിത്സയൊക്കെ തുടങ്ങിയോ? തുടങ്ങിയോന്നോ? കഷായം ഗുളികയും ഒക്കെ ഉണ്ട്. ഏതായാലും വന്നതിനേക്കാൾ നല്ല മാറ്റമുണ്ട്. അവനിപ്പോ പഴയതുപോലെ വലിയ ബഹളമൊന്നുമില്ല. ഓ പിന്നെ, എന്നിട്ടാ പൂവിനെ കണ്ട് അത് പറിക്കാൻ കൊക്കയിലേക്ക് എടുത്ത് ചാടിയത്. അവിടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ ഇടിച്ച് നിരപ്പാക്കിയതും ചാവാറെ തിരിച്ചു കിട്ടിയതും തന്നെ ഭാഗ്യം. ഒന്നും ആരും അറിഞ്ഞില്ലെന്നാ വിചാരം. എന്താ മായ ആലോചിക്കുന്നേ? അല്ല, കുട്ടന് മാറ്റമുണ്ടെന്ന് കേട്ടപ്പോ ദൈവത്തിനോട് നന്ദി പറഞ്ഞതാ. ഞാൻ എന്തൊക്കെ നേർച്ചയിട്ടാ വന്നേക്കുന്നേന്നറിയോ? ഇതൊക്കെ ദൈവമോള് ചെയ്യേണ്ട പണിയാണോ? അപ്പച്ചിയോട് പറഞ്ഞ പോരെ? ഇങ്ങ് തന്നെ. അയ്യോ, ഇതങ്ങ് പിഞ്ചി തുടങ്ങിയല്ലോ മോളെ. നിനക്ക് പുതിയത് 2 വാങ്ങിക്കൂടെ? ഒന്നാമത് നിനക്ക് കളർ സെൻസ് തീരെ പോരാ. മാച്ചിങ് ബ്ലൗസ് തന്നെ ഇടണം, പ്രത്യേകിച്ച് ഈ പ്രായത്തില്. അല്ല, നിനക്ക് ആവശ്യത്തിലധികം കളറും ഗ്ലാമറും ഒക്കെ ഉള്ളതുകൊണ്ട് ബ്ലൗസിന്റെ മാച്ചിങ് ഒന്നും ആരും ശ്രദ്ധിക്കൂല. ശരിക്കും നിന്റെ കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു. നിന്റെ മുത്തശ്ശനോ നിന്റെ അമ്മയ്ക്കോ ആ ഒരു വിചാരം തീരെ ഇല്ല. എന്ത് പറ്റി? ആന്റിക്ക് പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം. എന്റെ എന്തെങ്കിലും സഹായം വേണോ? അയ്യോ, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഈ അപ്പച്ചിക്ക് നിന്റെ വിചാരം അല്ലാതെ പിന്നെ എന്താ ഉള്ളേ? എന്റെ മൂത്ത മോള് നീയാ. മോഹനേട്ടൻ പോയേ പിന്നെ പ്രത്യേകിച്ചു. അച്ഛനില്ലാത്ത പ്രയാസം നിന്നെ അറിയിക്കാതിരിക്കാനാ ഞാൻ നോക്കുന്നത്. അമ്മയാണെങ്കി അന്യനാട്ടിലും. അഞ്ചിത എനിക്ക് 2ാമതേ ഉള്ളൂ. എന്നാലും അഞ്ചിത ഓരോന്ന് ചോദിച്ചു വരുമ്പോ ഞാൻ വേറെ ആരോട് പറയാനാ? എന്റെ മോളെ,
അഞ്ജിതയ്ക്ക് എക്സാം തുടങ്ങാൻ പോവാ. കഷ്ടിച്ച് 2 ആഴ്ചയുള്ളൂ. ലാപ്ടോപ്പ് ഇല്ലാതെ അവൾ ആകെ പെട്ടിരിക്കുക. കമ്പ്യൂട്ടർ ക്ലാസ്സിന് അതില്ലാതെ പറ്റില്ലല്ലോ. ആ പഴയ ലാപ്ടോപ്പ് ഗോപികയോട് ചോദിച്ചിട്ട് അവളൊട്ട് കൊടുക്കുന്നുമില്ല. പക്ഷെ അവളിപ്പോ കരഞ്ഞോണ്ട് ഒരേ കിടപ്പ. ലാപ്ടോപ്പ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റൂലെന്ന്. എനിക്ക് എന്തെങ്കിലും സങ്കടം പറയാനോ സഹായം ചോദിക്കാനോ ദൈവമോളല്ലാതെ ആരുണ്ട്? നല്ല പ്രായത്തില് താലി കെട്ടിയവൻ പെരുവഴിയിലെ തള്ളിയിട്ട് പുറപ്പെട്ടു പോയില്ലേ? ഒരു മോനുള്ളതും ഇല്ലാത്തതും കണക്ക. അവന്റെ പെണ്ണിനും ചെലവിനും ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട സ്ഥിതിയാ. അല്ല, അതും ഒരു കണക്കിന് ദേവുമോളുടെ ചെലവിൽ തന്നെയാ. ഞാൻ എന്ത് ചെയ്യും ദേവുമോളെ? ആരോട് ചോദിക്കും? ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിയണം. അഞ്ജിതയ്ക്കാണെങ്കിൽ ആ ബോധവും ഇല്ല. കമ്പ്യൂട്ടർ സയൻസിന് ക്ലാസ്സിനും എക്സാമിനും കമ്പ്യൂട്ടർ വേണോന്ന് പറഞ്ഞാ അത് വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? മോള് പറ. ഞാൻ എന്ത് വേണമെന്ന് ആന്റി പറയുന്നത്? ആ ലാപ്ടോപ്പ് വാങ്ങിയത് ഞാനല്ല. ലോൺ എടുത്ത് ഇൻസ്റ്റാൾമെന്റിൽ ഗോപിക തന്നെ വാങ്ങിയത്. എന്റെ ഒറ്റൊരാളുടെ ശമ്പളത്തിലാണ് അവർ രണ്ടുപേരും പഠിക്കുന്നത്. ഗോപിക സാധാരണ കോളേജിലും അഞ്ജിത എഞ്ചിനീയറിംഗിനും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആന്റിക്ക് അറിയില്ലേ? അപ്പച്ചിക്ക് വേറെ വഴിയില്ല മോളെ. എന്റെ അവസ്ഥ പറഞ്ഞിട്ട് അഞ്ജിതയ്ക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. എന്നെയും മക്കളെ ഇട്ടിട്ട് പോയ ആ കാലമാടനെ ഞാൻ ശപിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ മോളെ? അയാള് ചത്തോ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അവളിങ്ങനെ ലാപ്ടോപ്പിന് വേണ്ടി വഴക്കടിച്ച ആകെയുള്ള ഈ മാല കൂടി ഞാൻ ഊരിക്കൊടുക്കേണ്ടി വരും. അത് വേണ്ട ആന്റി, ഞാൻ നോക്കട്ടെ എന്താ ഒരു വഴിയെന്ന്. കൊള്ളാം മോളെ. ഇവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ നിന്റെ മനസ്സലിഞ്ഞു. ഇവിടെ പറയുന്നൊക്കെ ഇവിടെ അഭിനയോ? എടീ സുലോചനെ, സത്യം പറ, നിന്റെ പെട്ടിയിൽ ആവശ്യത്തിലധികം പൊന്നിരിപ്പില്ലേ? ഈ മാല മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പച്ചക്കള്ളതല്ലേ? ദേവികേ, നീ നിന്റെ ജോലി നോക്ക്. ഇവളിങ്ങനെ പല അളവുകളും കടിക്കും, കരഞ്ഞു കാല് പിടിക്കും, വേണമെങ്കിൽ നിന്റെ കാല് വരെ നക്കും. നീ അതനുസരിച്ച് നിന്നാലേ നിന്റെ അമ്മയെ പോലെ നിനക്കും നാട് വിടേണ്ടി വരും. പറഞ്ഞേക്കാം. സുലോചനെ, പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. ഒരു വിധത്തിൽ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. ഇനിയിപ്പോ അഞ്ജിതയോട് ഞാൻ എന്ത് പറയും? എന്തേലും പറഞ്ഞ് സമാധാനിപ്പിക്കും. 2 മാസത്തെ പലിശ ഇവിടെ എത്താൻ എന്റെ മോൻ അവിടെ വരേണ്ടി വന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. എല്ലാം കൃത്യമായിരിക്കണം. അറിയാലോ തനിക്കെന്നെ. പൊയ്ക്കോ. സ്വർണ്ണമ്മ, കേറി വാ. എന്താ മോളെയും കൂട്ടി ഇങ്ങോട്ട്? ഞാൻ സ്വർണ്ണമ്മയെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞപ്പോ ഇവക്ക് സ്വർണ്ണമ്മയെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. എന്തിന്? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിലോ ഓടി വരാൻ ഇങ്ങോട്ടല്ലേ ഉള്ളൂ. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഞാനാരാ? ദൈവോ? ദൈവം തന്നെയാ. ഞങ്ങൾക്ക് സ്വർണ്ണമ്മ ദൈവം തന്നെയാ. സുലോചനെ, നീ പറഞ്ഞത് എനിക്ക് നല്ലോണം അങ്ങ് സുഖിച്ചു. ഇനി നീ വന്ന കാര്യം കൂടി പറഞ്ഞാലേ എനിക്ക് ബാക്കി ജോലി കൂടി തീർക്കായിരുന്നു. ഞങ്ങൾ വന്നത് വേറൊന്നുമല്ല ആന്റി, ഞാൻ എഞ്ചിനീയറിംഗിനാ പഠിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? അതല്ല ആന്റി. ഏതല്ല ആന്റി?
എനിക്കൊരു സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസാ. അത് നല്ലോണം പഠിക്കാൻ എനിക്കൊരു ലാപ്ടോപ്പ് വേണം. അതിന് കാശ് ചോദിക്കാനാ ഞങ്ങൾ വന്നേ. ഓ, അതിന് വന്നതാണോ? അതെ. എത്രയാ വേണ്ടത്? 50,000. 50,000 അല്ല, എത്ര വേണമെങ്കിലും തരായിരുന്നു ഈ സ്വർണ്ണമ്മ. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാ നീ എന്റെ കയ്യിൽ നിന്ന് കാശ് എണ്ണി മേടിച്ചത്. കൂലി തന്നാലേ അതിനുള്ള ജോലി ചെയ്യണം, അതെനിക്ക് നിർബന്ധം. സുലോചന തന്നെ അത് പറ, അതങ്ങനെയാണോ അല്ലയോ? അതെ. ഞാൻ നിനക്ക് തന്ന കൂലിക്ക് ഞാൻ നിന്നോടൊരു ജോലി പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ദേവികയെ ഭദ്രം മുതലാളിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. എന്നിട്ട് അതെന്തെങ്കിലും ചെയ്തോ? ഞാൻ പറയുന്നുണ്ട് സ്വർണ്ണമ്മേ, അവള് സമ്മതിക്കണ്ടേ? കുറച്ചുകൂടി സമയം വേണ്ടിവരും. ഒരു പെണ്ണിന്റെ മനസ്സല്ലേ, പാകപ്പെട്ടു വരാൻ സമയം എടുക്കൂലേ? ഇത്രയും നാള് ഭദ്രൻ കല്യാണത്തിന് സമ്മതിക്കുമെന്നുള്ള സംശയമായിരുന്നു എനിക്ക്. അവൻ എന്നോട് 2 ദിവസം മുമ്പ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് ദേവിക അവന് വേണോന്ന്. സ്വർണ്ണമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു, ദേവിക ഭദ്രം മുതലാളിക്ക് തന്നെ ഉള്ളത്. ഇനി വേറൊരു വഴിയിലൂടെ അത് നടത്തിയെടുക്കാനാ എന്റെ ആലോചന. ഏത് വഴി? അവളുടെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് ദേവികയെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം. ഏത് വഴി വേണേലും നീ ശ്രമിച്ചോ, പക്ഷെ കാര്യം നടന്നിരിക്കണം. ഉറപ്പ്. ആന്റി, നല്ലൊരു ലാപ്ടോപ്പിന് ഏകദേശം 45 മുതൽ 50,000 വരെ വിലയുണ്ട്. അതിങ്ങ തന്നിരുന്നെങ്കിൽ ഇന്ന് തന്നെ പോയി വാങ്ങായിരുന്നു. മോളെ, ഒരു ചൊല്ലുണ്ട്, കണ്ടവന്റെ കണ്ടിട്ട് പട്ടിയെ വളർത്തരുതെന്ന്. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞെന്ന്? ഞാനൊരു കാര്യത്തിന് കാശ് മുടക്കണമെങ്കിൽ അതെനിക്ക് മുതലായിരിക്കണം, അല്ലാതെ 1 രൂപ ഞാൻ മുടക്കത്തില്ല. നിനക്ക് ലാപ്ടോപ്പ് അല്ല, ആവശ്യമുള്ള എന്തും ഈ സ്വർണ്ണമ്മ തരും. പക്ഷേ അത് ദേവിക ഈ വീട്ടിൽ കാലുകുത്തിയതിന് ശേഷം മാത്രം. മനസ്സിലായോ? ഇപ്പതേ ഈ നിൽക്കുന്നില്ലേ, ഈ മുതലിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോ. പോ. അമ്മയോട് ഞാൻ പറഞ്ഞതാ ഈ പരട്ട തള്ളെ കാണാൻ ഞാൻ വരുന്നില്ലെന്ന്. അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവാതെ എന്നെയും കൂടെ ഇവിടെ വിളിച്ചോണ്ട് വന്ന് നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ. നിനക്ക് ലാപ്ടോപ്പിന് വേണ്ടിയല്ലോ. ലാപ്ടോപ്പ് വരുന്നുണ്ടോ? വാ ഇങ്ങോട്ടോ. എന്താ ഒരുങ്ങിയിട്ടൊന്നും മതിയാവുന്നില്ലേ? അല്ല, ഇന്ന് അയാള് വരുന്നുണ്ടോ? നീ അന്ന് സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയിട്ട് വീണ അട്ടയൊക്കെ ദേഹത്ത് കയറിയ ആള്? ഇല്ല, അത് നാളെ. ഇന്ന് ബോസ് എന്നെ വിളിപ്പിച്ചിരിക്ക. ഞാൻ ഇന്നലെ ഒരു ഫാം ഹൗസിനും റിസോർട്ടിനും ഉള്ള സ്ഥലം കാണിച്ചു കൊടുത്ത കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിന്റെ രജിസ്ട്രേഷൻ ഉടനെ നടത്തണമെന്ന ക്ലയന്റ് പറഞ്ഞിരിക്കുന്നേ. അതിലേക്കുള്ള ഡോക്യുമെന്റ്സ് മുഴുവൻ എൻ്റർ ചെയ്ത് ഒരു ഫയലാക്കി ക്ലയന്റിന് പ്രസന്റ് ചെയ്യണം. ഞാൻ പോയിട്ട് വരാവേ. അയ്യോ, മോളെ, നീ ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ വാഗ്ദാനം കൊടുത്തൊക്കെ ഞാൻ കേട്ടു. വെറുതെ ആവശ്യമില്ലാത്തൊന്നും ഏറ്റുപിടിക്കണ്ട. ഒരു തവണ വാങ്ങിക്കൊടുത്തല്ലോ, അത് നശിപ്പിച്ചു. ഇനി വേണ്ട, കേട്ടല്ലോ? നോക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടുള്ളൂ. നോക്കിയിട്ട് നടന്നില്ല എന്ന് ഞാനങ്ങ് പറയും. നിന്നെ എനിക്കറിഞ്ഞുകൂടെ? നീ അതും എടുത്ത് തലയിൽ വെക്കും. എത്ര നാളായിട്ടും നീ സുലോചനയുടെ സ്വഭാവം പഠിച്ചില്ലല്ലോ മോളെ. അത് ശരി. ഇവിടെ ഇങ്ങനെയും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലേ? എന്റെ ചേച്ചി, എത്ര അനുഭവം ഉണ്ടായാലും ഈ ചേച്ചി പഠിക്കത്തില്ല. നീ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞല്ലേ ധൃതി വെച്ചത്. പോന്നെങ്കിൽ പോയിട്ട് വാ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. ശരി മുത്തശ്ശ, പോയിട്ട് വരാട്ടോ. ശരി മോളെ, ശരി. മോളെ, നീയും നിന്റെ അമ്മയെപ്പോലെ ജീവിക്കാൻ മറന്നു പോകരുത്. മനുഷ്യൻ കുറച്ചൊക്കെ സ്വാർത്ഥനാവണം.
അല്ലാത്തവനെന്നും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അനുഭവം പഠിപ്പിച്ച പാഠമാ. എനിക്കറിയാം ഈ മലമ്പ്രദേശത്തെ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് നിനക്ക് എന്ത് ശമ്പളം കിട്ടുമെന്ന്. ആ ശമ്പളം വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വാക്ക് കൊടുക്കാവൂ. മനസ്സിലായോ? നീ എന്റെ മോനെ തനി പേർപ്പാ. അവന്റെ സ്വഭാവവും ഗുണഗണങ്ങളും എല്ലാം നിന്നിലുണ്ട്. അവനെ പോലെ എന്റെ മകൻ എല്ലാവർക്കും മാതൃകയായിരുന്നു. അധ്വാനിയായിരുന്നു. കുടുംബം നോക്കുന്നവനായിരുന്നു. അച്ഛനെ കരുതലോടെ നോക്കുന്നവനായിരുന്നു. പക്ഷേ വിധി തട്ടിത്തെറിപ്പിച്ചില്ലേ? അയ്യോ മുത്തശ്ശ, ഞാനൊന്ന് കിച്ചണിലോട്ട് പോയിട്ട് വരട്ടെ. ആ സോറി. ലീഗൽ ഒപ്പീനിയൻ ഇത്ര പെട്ടെന്നെടുത്തോ? എന്നാലും പട്ടയമല്ലാത്ത വനവാസികളുടെ ഭൂമി മറച്ചു വെക്കുകയാണോന്ന് സാറ് ഞങ്ങളുടെ കമ്പനിയെ സംശയിച്ചു. അത് വളരെ മോശമായി പോയി. ജെന്വിൻ അല്ലാത്ത ഡീല് അതും ഞാൻ എന്റെ സ്വന്തം ക്ലയന്റിനോട് ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? ബേസിക്കലി ഐ ആം എ ബിസിനസ്മാൻ. എല്ലാം വെരിഫൈ ചെയ്യാതെ ഞാൻ ഒന്നിലെടുത്ത് ചാടാറില്ല. ഈവൻ റിലേഷൻഷിപ്പിൽ പോലും. എനിവേ, അല്ല, ഈ എന്റെ ഒന്ന് സ്പെസിഫൈ ചെയ്തത് ഇനി കമ്മീഷൻ വല്ല പ്രതീക്ഷയാണോ? ഞാനേ ബ്രോക്കർ അല്ല. കമ്മീഷൻ വല്ല ഉണ്ടെങ്കിൽ തന്നെ അത് കമ്പനിക്കാ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് ഒരു കാപ്പി കുടിച്ചാലോ? ക്ഷീണം ഇനി അട്ടകടിച്ചിട്ടാണോ? ഞാൻ വേണമെങ്കിൽ ഓഫീസ് ബോയ് വിളിച്ചൊരു കോഫി പറയട്ടെ. അതോ ഇനി ജ്യൂസ് മതിയോ? അട്ടകടിക്ക് ബെസ്റ്റ് മൊസംബി ജ്യൂസാ. ഞാൻ ഉദ്ദേശിച്ചത് പുറത്തുപോയി കാപ്പി കുടിക്കാനാ. ഓഫീസ് ടൈമിൽ പുറത്തു പോവാൻ പെർമിഷൻ വാങ്ങണം. എനിക്ക് തന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ബേസിക്കലി ബിസിനസ് മാനാ സാർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ബേസിക്കലി ഞാനൊരു സ്റ്റുഡന്റാ. ഇവിടെ പാർട്ട് ടൈം ജോലി നോക്കുന്നു. സോ പെർമിഷൻ ഒന്നും വേണ്ട. ടോട്ടലി ഞാൻ ഫ്രീ ആണ്. പിന്നെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് എത്ര വേണമെങ്കിലും സംസാരിക്കാം. അങ്ങനെയല്ല, ഒരു കോഫി ഷോപ്പ് ആവുമ്പോ കുറച്ചുകൂടി ഒരു പ്രൈവസി കിട്ടും. എങ്കിൽ വാ പോവാം. അമ്മ, അമ്മ കുട്ടനെ ഇവിടെ ആക്കിട്ട് പോവല്ലേ അമ്മ? എനിക്ക് പേടിയാ അമ്മ. മോൻ എന്തിനാ പേടിക്കുന്നേ? വൈകുന്നേരം ആകുമ്പോ അച്ഛൻ ഇങ്ങ് വരില്ലേ മോനെ കൊണ്ടുപോവാൻ? കുട്ടനെ സ്കൂളിലാക്കിയിട്ട് പോവാന്ന് കരുതിയാ മതി. അല്ല മുതച്ചി, സ്കൂളിലാണെങ്കിൽ എന്തൊരു പേരുണ്ടാവുക. ഇവിടെ ആരുമില്ല. കുട്ടന് പേടിയാവുക. അങ്ങനെ പറഞ്ഞ പറ്റുമോ? മോന്റെ സൂക്കേട് ഭേദാവണ്ടേ? സൂക്കേട് ഇല്ലല്ലോ. അമ്മ സ്വാമിയച്ഛനോട് ചോദിക്കാം ഉച്ചയ്ക്ക് മോനെ കൊണ്ടുപോകാൻ പറ്റുമോന്ന്. അതുവരെ ഇവരൊക്കെ ഇല്ലേ കൂട്ടിന്. ഈ ചേച്ചി മോന് കഥയൊക്കെ പറഞ്ഞുതരും. എനിക്ക് മുത്തശ്ശി കഥ പറഞ്ഞു തന്നാ മതി. മുത്തശ്ശി പറഞ്ഞില്ലേ മാലാക വരും. മാലാക വന്നില്ലേ? ഇനിയും വരും. എന്നും വരും. അതെ, സത്യമാ കുട്ടൻ പറഞ്ഞത്. കുട്ടന്റെ മാലാഖ ഇപ്പൊ വരും. അന്ന് ഏഞ്ചല് വരും. നമസ്കാരം സ്വാമിയച്ച. നമസ്കാരം. സുഖാണ് സ്വാമിയച്ച? ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് പരമസുഖം. അല്ല, മോളെ 4-5 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. എന്തു പറ്റി? ഇവിടുത്തെ അന്തേവാസികൾക്ക് സ്പീച്ച് തെറാപ്പി എടുത്ത് മടുത്തോ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ല സ്വാമിയച്ച. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ഉള്ളവരുടെ കൂടെ ചെലവഴിക്കുന്ന സമയം. അവർക്കൊക്കെ തെറാപ്പി കൊടുക്കുന്നത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ മോളെ. വൈദ്യനാണെന്ന് കരുതി എനിക്കൊരു തമാശ പറഞ്ഞുകൂടെ? എനിക്കറിയാം മോൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ലെന്ന്. അത്രയ്ക്ക് നല്ല മനസ്സാ മോളുടെ.
എല്ലാവർക്കും ഇത് കിട്ടില്ല. സ്വാമിയച്ഛന്റെ ഈ വാക്കുകളാ എനിക്കുള്ളൊരു ഊർജം. ഏഞ്ചല് വരും, എന്നെ പുറത്തു കൊണ്ടു, ഐസ്ക്രീം വാങ്ങിത്തരും, സ്റ്റോറി പറഞ്ഞുതരും, പാട്ട് പാടിത്തരും. നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ പൊക്കോ. എനിക്ക് ഏഞ്ചല് വരും. ഏഞ്ചലേ വാ, മാലാഖേ വാ. അല്ല, സത്യത്തിൽ എന്താ പറ്റിയത്? 4-5 ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. നല്ല പനിയും ചുമയായിരുന്നു. 2 ദിവസം സ്കൂളിലും ലീവായിരുന്നു. അതാ പിന്നെ. എന്നാ പിന്നെ ഇങ്ങോട്ട് പോരായിരുന്നില്ലേ? എല്ലാത്തിനും പ്രതിവിധി വിടില്ലേ? അതെ, ഇപ്പൊ എങ്ങനെയുണ്ട്? മാറി. അതുകൊണ്ടല്ലേ ഞാനിപ്പോ വന്നത്. എന്നാ അകത്തേക്ക് ചെന്നോളൂ. ശരി സ്വാമിയച്ഛ. ഏഞ്ചലേ വാ, മാലാഖേ വാ, ഏഞ്ചലേ വാ, മാലാഖേ വാ.